بسم الله الرحمن الرحيم. وإذ قال إبراهيم لأبيه وقومه إنني براء مما تعبدون إلا الذي فطرني فإنه سيهدين وجعلها كلمة باقية في عقبه لعلهم يرجعون بل متعت هؤلاء وآباءهم حتى جاءهم الحق ورسول مبين ولما جاءهم الحق قالوا هذا سحر وإنا به كافرون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1709 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 43-ാമത്തെ അധ്യായമായ സൂറത്ത് സുഖ്റൂഫിലെ 26 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഇബ്രാഹിമു ലിഅബീഹി വഖൗമിഹി ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനീ ഫഇന്നഹു സയഹ്ദീൻ وجعلها كلمة باقية في عقبه لعلهم يرجعون بل متعت هؤلاء وآباءهم حتى جاءهم الحق ورسول مبين ولما جاءهم الحق قالوا هذا سحر وإنا به كافرون. സദഖല്ലാഹുൽ അലിയ്യുൽ അസീം. സൂറത്ത് സുഖ്റൂഫിലെ 26 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ സമൂഹത്തെയും പരാമർശിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ പരാമർശിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠനവിധേയമാക്കിയ ആയത്തുകളിൽ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ ദൂതനായിട്ട് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ പാരമ്പര്യത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുകയായിരുന്ന ഖുറൈശി സമൂഹത്തെയും മക്കയിലെ ജനങ്ങളെ പൊതുവായും പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായത്. അവരിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനായിക്കൊണ്ട് അവരെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർക്കിടയിൽ നിലകൊള്ളുക ഉണ്ടായപ്പോഴാണ് അവർ ഈ എതിർപ്പിന്റെയും അതുപോലെ അവിശ്വാസത്തിന്റെയും ഒക്കെ കടുപ്പം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒട്ടുമിക്ക സമൂഹങ്ങളിലേക്കും അള്ളാഹു നിയോഗിച്ച ദൂതന്മാര് അവരുടെ ദൗത്യ നിർവഹണത്തിനായിട്ട് തുനിഞ്ഞപ്പോ, അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടപ്പോ ഇതേപോലെയുള്ള ഒരു പ്രതികരണം തന്നെയാണ് അവരൊക്കെയും നടത്തുകയുണ്ടായത്. അവരുടെ കൂട്ടത്തിലെ വരണ്യരായ സമ്പന്നരും സുഖലോലുപരുമായ ആളുകൾ, മുത്തറഫുകൾ പറയുകയുണ്ടായത് ഞങ്ങളുടെ പൂർവികർ പിന്തുടർന്നു വന്ന ഒരു ജീവിത സരണി തന്നെയാണ് അതിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ആ മാർഗം ഞങ്ങൾ യാതൊരു പിഴവും കൂടാതെ
പിന്തുടരുകയാണ് എന്നാണ് ആളുകൾ ദൂതന്മാരോടായിട്ട് പറയുകയുണ്ടായത്. മക്കയിലെ ആളുകളും ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ പൂർവികരായി കാലങ്ങളായിട്ട് പിന്തുടരുന്ന ഒരു ആചാര രീതികളൊക്കെ അതിൽ യാതൊരു ഭംഗവും വരുത്താതെ, അതിൽ യാതൊരു ഏറ്റക്കുറച്ചിലും വരുത്താതെ അങ്ങനെ പിന്തുടർന്ന് പോവുകയാണ്. അതാണ് ഞങ്ങളുടെ തീരുമാനം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവരോട് ന്യായവാദം നടത്തിക്കൊണ്ട് പൂർവിക സമൂഹങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരൊക്കെ ചെയ്തിരുന്നത് പോലെ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരോട് ന്യായവാദം നടത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. ആ ചോദ്യത്തിന്റെ മർമ്മം ഇതാണ്: അവലൗ ജിഅ്തുകും ബി അഹ്ദാ മിമ്മാ വജദ്തും അലൈഹി ആബാഅകും. നിങ്ങളുടെ പ്രപിതാക്കന്മാരെയും പൂർവികന്മാരെയും ഏതൊരു സരണി പിന്തുടരുന്നവരായിട്ടാണോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്, അതിനേക്കാൾ ഉത്തമമായ, അതിനേക്കാൾ ശരിയായ ഒരു മാർഗമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു മെച്ചപ്പെട്ട മാർഗത്തിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. എങ്കിൽ പോലും നിങ്ങൾ ഈ പൂർവികരുടെ പാത തന്നെ പിൻപറ്റുമെന്നാണോ നിങ്ങൾ പറയുന്നത്? കൂടുതൽ സന്മാർഗദായകമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ അത് അംഗീകരിക്കാനും സ്വീകരിക്കാനും കൂട്ടാക്കാതെ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ മോശമായ ഒരു വഴിയിലൂടെ തന്നെ സഞ്ചരിക്കണമെന്ന വാശിയിലാണോ നിങ്ങളുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയുണ്ടായത്. സമാനമായ ചോദ്യം തന്നെയാണ് പൂർവിക സമൂഹങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരൊക്കെയും തന്നെ അവരുടെ സമൂഹങ്ങളോട് ചോദിക്കുകയുണ്ടായത്. യഥാർത്ഥത്തിൽ വളരെ മൗലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ആയത്തുകളിലായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. ഇത് കേവലം പ്രവാചകന്മാരുടെ ദൗത്യവുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ല. സമൂഹത്തില് പ്രാധാന്യമുള്ള നിർണായകമായ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ രണ്ട് വ്യത്യസ്തമായ നിലപാടുകൾ ആളുകൾ സ്വീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതില് ശരി ഏത്, നന്മ ഏത്, സത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളത് ഏത്, ന്യായം ഏത് എന്നത് മനസ്സിലാക്കി അതിനോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാടുണ്ട്. രണ്ടാമത്തെ നിലപാട് ഒരുപക്ഷെ കൂടുതൽ ആളുകളുടെ പിന്തുണ കിട്ടുന്ന തരത്തിലുള്ള നിലപാട്, നിലവില് പിന്തുടർന്നു പോരുന്ന ഒരു വ്യവസ്ഥയും സംവിധാനവും എന്തൊക്കെയാണോ, എങ്ങനെയൊക്കെയാണോ, അതിന്റെ ആ സൗകര്യം നമ്മളൊക്കെ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പല നിലക്കുള്ള ഗുണങ്ങളൊക്കെ അത് കാരണമായിട്ട്, ആ വ്യവസ്ഥിതി കാരണമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഗുണഭോക്താക്കളാണ് നമ്മൾ. നമുക്ക് പല ഗുണങ്ങളും ഉണ്ടാക്കി തന്നെന്ന് പറഞ്ഞ ഭൗതിക അർത്ഥത്തിലുള്ള ജീവിത സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു തന്ന ഒരു വ്യവസ്ഥിതിയാണ് എന്നതിനാൽ അതിനോട് ഒട്ടി നിൽക്കുക എന്നൊരു നിലപാട് സ്വീകരിക്കുന്നതാണ് രണ്ടാമത്തെ നിലപാട്. എന്താണെന്ന് പറഞ്ഞാല് അതില് ഒരു പരിശോധനയില്ല. സത്യത്തോടൊപ്പമാണോ, നീതിയോടൊപ്പമാണോ, നന്മയോടൊപ്പമാണോ എന്ന ഒരു പരിശോധനയൊന്നുമില്ല. നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുഗുണമായിട്ടുള്ളത് ഏതാണ് എന്നത് മാത്രമാണ് നോക്കുന്നത്. ഇപ്പൊ തന്നെ മധ്യപൗരസ്ത്യ ഭൂപ്രദേശത്ത് നിലനിൽക്കുന്ന സംഘർഷത്തിന്റെ അവസ്ഥയില് ഏത് പക്ഷം ചേരണം എന്ന വിഷയം ഉയർന്നു വരുമ്പോ അറബ് ഭൂപ്രദേശങ്ങളിൽ പലയിടങ്ങളിലും തൊഴിലെടുക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾ, അവർക്ക് ജോലി സൗകര്യങ്ങള് അതുപോലെ ജീവിത വിഭവങ്ങള് ഒക്കെ ലഭിക്കാൻ കാരണമാകുന്ന വിധത്തില് അവര് നിലകൊള്ളുന്ന ഭൂപ്രദേശങ്ങളെ പിന്തുണക്കുന്ന ഒരു കൂട്ടരെ കാണാം. നമുക്കുള്ള അന്നം തരുന്നത് അവരാണ് എന്ന ന്യായം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കുള്ള ജീവിത സൗകര്യങ്ങൾ ഒരുക്കി തരുന്നത് ആ രാജ്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട്
അവരെ പിന്തുണക്കുന്ന ഒരു നിലപാട്. ഒരു വലിയ അക്രമവും വലിയ അനീതിയും നടമാടപ്പെട്ടിട്ട് അതിനെതിരില് ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഒരു രാജ്യത്തെ അകാരണമായി പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എതിർക്കുന്ന, എന്നിട്ട് അക്രമിക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കൂട്ടരെ, അവിടെയാണ് തന്റെ ജോലി, അവിടെയാണ് തനിക്കുള്ള വിഭവങ്ങൾ എന്ന കാരണത്താൽ അവരെ പിന്തുണക്കുന്ന, അവരെ സഹായിക്കുന്ന, അവരെ അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ധാരാളം ആളുകളെ കാണാം. യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രവാചകന്മാരുടെ കാലത്ത് അവര് നിർവഹിച്ചിരുന്ന ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ പ്രദേശത്തെയും ആളുകൾ സ്വീകരിച്ച നിലപാടുകളുമായിട്ട് ഈ സംഗതിക്കൊക്കെ ബന്ധമുണ്ട്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഹക്കിനോടും അദിലിനോടും ചേർന്ന് നിൽക്കാനാണ്, അക്രമിയോട് ചേർന്ന് നിൽക്കാനല്ല. അക്രമി നമുക്ക് വേണ്ടപ്പെട്ടവനാവാം, അക്രമിയുടെ സംവിധാനത്തിലായിരിക്കും നമുക്ക് ജീവിത വിഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഏതൊക്കെ ഏജൻസീസ് മുഖേനയാണ് നമുക്ക് ജീവിത വിഭവങ്ങൾ നൽകപ്പെടുന്നതെങ്കിലും അതൊക്കെയും തന്നെ ആത്യന്തികമായിട്ട് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ലഭിക്കുന്ന വിഭവങ്ങളാണ്. അതിന് കടപ്പാട് കാണിക്കേണ്ടത് അക്രമത്തിന് കൂട്ടുനിന്നുകൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിനോടാണ്. അള്ളാഹുവാണ് റാസിഖ്. അത് വരുന്നത് ഒരുപക്ഷെ സൗദി സംവിധാനങ്ങളിലൂടെ ആവാം, കുവൈത്തിലൂടെ ആവാം, UAE ആവാം, ഖത്തറിലൂടെ ആവാം. പക്ഷെ വിഭവങ്ങൾ തരുന്നത്, നമുക്കുള്ള റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ് എന്ന കാര്യം തിരിച്ചറിയാതെയാണ് പലപ്പോഴും ആളുകൾ പക്ഷം ചേരുന്ന നിലപാട് സ്വീകരിക്കുന്നത് കാണാൻ സാധിക്കും. അത് ചില ആളുകൾ മുഖേന, ചില സംവിധാനങ്ങൾ മുഖേന നൽകപ്പെടാൻ അള്ളാഹു ആസൂത്രണം ചെയ്തു എന്നതുകൊണ്ട് മാത്രമാണ് ഈ സംവിധാനങ്ങളിലൂടെ നമുക്ക് ആ വിഭവങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത്. അത് നമുക്ക് കൂടിയുള്ള ഒരു പരീക്ഷണമാണ്. അള്ളാഹുവിന്റെ തീരുമാനം മറിച്ചായിരുന്നുവെങ്കിൽ ഇതൊന്നും നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ടാവില്ല. അപ്പോ നമ്മൾ ഏത് വിഷയത്തിലും നിലപാട് സ്വീകരിക്കേണ്ടത് സത്യം, ന്യായം, നീതി, നന്മ ഒക്കെ പരിശോധിച്ചുകൊണ്ടാണ്. സത്യത്തെയും നീതിയെയും ന്യായത്തെയും പിന്തുണക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ സുപ്രധാനമായ കാര്യങ്ങളിൽ ഒന്ന്. നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നത് എവിടുന്നാണ്, ഭൗതികമായ നേട്ടം നമുക്ക് ആരുടെ കൂടെ നിന്നാലാണ് എന്നത് നോക്കിയിട്ട് നിലപാട് സ്വീകരിക്കുക എന്നത് കപട വിശ്വാസത്തിന്റെ ലക്ഷണമാണ് എന്നത് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലൊക്കെ പലയിടത്തുമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പോലും വിശ്വാസത്തിന്റെ പേരിൽ സംഘടിച്ചിട്ടുള്ള ആളുകൾ പോലും, അല്ലെങ്കിൽ വിഭാഗങ്ങൾ പോലും ഈ മാനദണ്ഡത്തെ തകിടം മറിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് നമുക്ക് നിരന്തരം കാണാൻ സാധിക്കും. ഇവിടെ പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. പ്രവാചകന്മാർ അവരുടെ സമൂഹങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം, അവര് ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കൂടെയാണ് നിലകൊള്ളുന്നത്. അതൊരു പാരമ്പര്യമാണ്. ഏതെങ്കിലുമൊക്കെ പൂർവിക സമൂഹങ്ങളുടെ ആചാരങ്ങളും രീതികളും ഒക്കെയായി ഒട്ടി നിൽക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അതൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ഒരു ഭരണ സംവിധാനമോ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ക്രമമോ ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ ആ ക്രമത്തിന്റെ ഭാഗമായി, അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സംവിധാനത്തിന്റെ ഭാഗമായി അതിനെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ പല സൗകര്യങ്ങളും ഉണ്ടാവും. നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ അനിവാര്യമായി വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകും. അതേസമയത്ത് പ്രവാചകന്മാരെ പിന്തുണക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നീതി എന്ത്, നന്മ എന്ത് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ പക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ വളരെ ഏറെ ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും, ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അപ്പൊ എളുപ്പമുള്ള വഴി നിലവിലുള്ള സംവിധാനങ്ങളെ പിന്തുണച്ചുകൊണ്ട് അങ്ങനെ അതിന്റെ ആളായിട്ട് ഒന്ന് വിധേയത്വം കാണിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക എന്നതാണ്. അങ്ങനെയാണ്
ബഹുഭൂരിപക്ഷം ആളുകളും ചെയ്യാറുള്ളത്. പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ അവരോട് പ്രതികരിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ച ആളുകളും തങ്ങളുടെ റേഷൻ മുടങ്ങി പോവാതിരിക്കാൻ, തങ്ങൾക്കുള്ള ജീവിത വിഭവങ്ങള്, അവരുടെ കച്ചവട യാത്രകള്, ആളുകളുമായിട്ടുള്ള ബന്ധങ്ങള്, ഇതൊക്കെ തകർന്നു പോകാതിരിക്കാൻ നിലവില് സമൂഹത്തില് മേധാവിത്വം നേടിയിട്ടുള്ള ഒരു സോഷ്യൽ ഓർഡർ ഉണ്ട്, അതിന്റെ കൂടെ അങ്ങ് നിൽക്കുകയാണ് നല്ലത് എന്ന തീരുമാനമാണ് ബഹുഭൂരിപക്ഷം ആളുകളും സ്വീകരിക്കുന്നത്. പ്രവാചകന്മാർ ഉന്നയിച്ച ചോദ്യം, ഈ നിങ്ങൾ പിന്തുണക്കുന്ന നിങ്ങളുടെ പൂർവികരുടെ ആ ജീവിത സരണി ഉണ്ടല്ലോ, അതിനേക്കാൾ ഏറെ മെച്ചപ്പെട്ട അഹ്ദ എന്നാണ് ഇവിടെ ഉപയോഗിച്ച പദം. ഏറെ സന്മാർഗദായകമായ ഒരു സംഗതിയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും നിങ്ങൾ ഈ പൂർവികരുടെ പാതയിൽ ഉറച്ചു നിൽക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെയാണ് ഓരോരുത്തരും അഭിമുഖീകരിക്കേണ്ടി വരുന്ന സത്യാസത്യ വിവേചനത്തിൻ്റെതായ ഒരു പരീക്ഷണം അടങ്ങിയിട്ടുള്ളത്. പ്രവാചകന്മാരുടെ കാലത്തുള്ള ആളുകൾക്ക് മാത്രമല്ല പരീക്ഷണം ഉള്ളത്, എല്ലാ കാലഘട്ടത്തിലെയും ആളുകൾക്ക് അള്ളാഹു പരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകളിൽ വിശുദ്ധ ഖുർആൻ ഒരിടത്ത് പറയുന്നത്, നിങ്ങളുടെ ഉമൂറുകളിലുള്ള കാര്യത്തിലും നിങ്ങളുടെ നിലപാടുകളുടെ കാര്യത്തിലും നിങ്ങൾക്ക് പരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. അപ്പൊ അത് അങ്ങനെ കൃത്യതയോടുകൂടി അള്ളാഹു മനുഷ്യന്റെ നിലപാടുകൾ, അവരെന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള പരീക്ഷണം മനുഷ്യന് നൽകിയിട്ടുണ്ട് എന്നത് തന്നെ കാണിക്കുന്നത്, ഇത്തരം പരീക്ഷണങ്ങൾ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് മാത്രമല്ല, നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെങ്കിലും സത്യത്തെയും നീതിയെയും നന്മയെയും പിന്തുണച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ മാത്രമാണ് അത് ദൈവിക മാർഗത്തിനുള്ള പിന്തുണയാവുന്നത്. നമ്മൾ ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്മെന്റിന് നമുക്ക് റേഷൻ തരുന്നത്, നമുക്ക് ജോലി തരുന്നത്, നമുക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരുന്നത് എന്നതിന്റെ പേരിൽ ചില ആരാധ്യരായി പരിഗണിക്കപ്പെടുന്ന ചില ആളുകളെയോ ഭരണകൂടങ്ങളെയോ പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വ്യക്തതയുള്ള നന്ദികേടാണ്. അത് യാതൊരു സംശയവും വേണ്ടതില്ല. വിധേയത്വം നൽകേണ്ടത് അള്ളാഹുവിനാണ് എന്ന കാര്യത്തില് യാതൊരു സംശയവുമില്ല. നമുക്ക് വിഭവങ്ങൾ തരുന്നത്, സൗകര്യങ്ങൾ ഒരുക്കി തരുന്നത് ഏറ്റവും അടിസ്ഥാനപരമായി അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അത് നടപ്പാക്കപ്പെടുന്നതിന് അള്ളാഹു ചില സംവിധാനങ്ങളും ആളുകളും ഏജൻസീസും ഒക്കെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാകും എന്നതല്ലാതെ ഈ സൗകര്യങ്ങളും അതുപോലെ വിഭവങ്ങളും ഒക്കെ തന്നെ നൽകുന്നത് അവരാണ് എന്ന് സങ്കല്പിക്കുന്നത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആദർശത്തിനോട് ഒട്ടും യോജിക്കാത്തൊരു കാര്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ഞാൻ വായിച്ചു വെച്ച ആയത്തുകളിലേക്ക് വരാം. അപ്പോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തില് അതത് സമൂഹങ്ങൾ സ്വീകരിച്ച നിലപാടുകളുടെ കാര്യം മുകളിൽ പറഞ്ഞുവല്ലോ. കൂട്ടത്തിൽ ഒരു ഉദാഹരണം അല്ലാഹു ഇവിടെ എടുത്തു കാണിക്കുകയാണ്. ഇവിടെ പരാമർശിക്കുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെയുമാണ്. നമുക്ക് ആ ആയത്തുകൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാം. വൈദ് ഖാല ഇബ്രാഹിമു ലിഅബീഹി വ ഖൗമിഹി. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനോടും സമൂഹത്തോടും ഇങ്ങനെ പറഞ്ഞ ആ സന്ദർഭം പ്രത്യേകം സ്മരണീയമാണ്. വളരെ നിർണായകമായ ഒരു നിലപാടും തീരുമാനവും ഒക്കെ സ്വീകരിക്കേണ്ടി വന്ന ഒരു ഘട്ടത്തിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു കാര്യം തന്റെ പിതാവിനോടും ജനതയോടുമായിട്ട് പറയുന്നത്. ആ കാര്യം അള്ളാഹുവിടെ അനുസ്മരിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം, എൻ്റെ വാപ്പയും എൻ്റെ നാട്ടുകാരും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്, അതുകൊണ്ട് അവര് നടക്കുന്ന അതേ വഴിയിൽ ഞാനും നടക്കും എന്നല്ല പറഞ്ഞത്. എൻ്റെ വാപ്പയാണ് എനിക്ക് ഭക്ഷണം തരുന്നത്, എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നത്, എൻ്റെ നാട്ടുകാരാണ് വാപ്പാക്ക് പിന്തുണ കൊടുക്കുന്നത്, അതുകൊണ്ടൊക്കെയായിട്ട് ഞാൻ എൻ്റെ നാട്ടിന്റെ ആളുകളെ പിന്തുണച്ചുകൊണ്ട് നിൽക്കും എന്നല്ല ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്.
എനിക്ക് ജോലി തന്നത് ഇന്ന രാജ്യമാണ്, അവിടുത്തെ ഒരു സംവിധാനമാണ് എനിക്ക് എന്റെ പട്ടിണി മാറ്റാൻ അവസരം ഒരുക്കി തന്നത്, അതുകൊണ്ട് ആ നാടിനോട് ഞാൻ വിധേയത്വം കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുക എന്ന ഒരു നിലപാട് സ്വീകരിക്കാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നന്ദികേട് ആരോടും കാണിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പ്രാഥമികമായിട്ട് ഏത് സേവനം ചെയ്യുന്ന ആളുകളോടും കൃതജ്ഞത കാണിക്കാൻ തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു ഹദീസില് മല്ലം യഷ്കുരിന്നാസ് മാ ശക്കറല്ല എന്ന് പറയുന്ന കാണാം. ജനങ്ങൾക്ക് അവർ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി കാണിക്കാതിരിക്കുന്നവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല എന്ന വിധത്തിൽ ഈ കാര്യം ഊന്നി പറയുന്നത് കാണാം. പക്ഷെ അതൊക്കെ തന്നെ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്ന കാര്യമാണ്. അള്ളാഹുവാണ് നമുക്ക് ഇതൊക്കെ തരുന്നതെങ്കിലും മാതാപിതാക്കൾ നമ്മളെ സഹായത്തിന് എത്തുന്നുണ്ട്, നമ്മുടെ രാജ്യത്തിന്റെ കൈകാര്യകർത്താക്കൾ നമ്മളുടെ സഹായികളായി മാറുന്നുണ്ട്, നമ്മുടെ അധ്യാപകര് നമുക്ക് സഹായികളാണ്, നമ്മളെ തൊഴിൽദായകര് നമുക്ക് പല സൗകര്യങ്ങളും ചെയ്തു തരുന്നവരാണ്. ഇവരോട് ആരോടും നന്ദികേട് കാണിക്കണം എന്നല്ല ഇസ്ലാം പറയുന്നത്, നന്ദി കാണിക്കണം എന്ന് തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇവരോട് നന്ദി കാണിക്കുന്നതിനേക്കാൾ ഏറെ വിധേയത്വം അടിസ്ഥാനപരമായി കാണിക്കേണ്ടത് ഇവര് മുഖേന നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കി തന്ന അള്ളാഹുവിനോടാണ്. ആത്യന്തികമായിട്ട് ഇവർക്ക് നമ്മളെ സഹായിക്കാൻ സാധിച്ചതിന്റെ കാരണം തന്നെ അള്ളാഹു അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി വെച്ചു എന്നതുകൊണ്ടാണ്. വിധേയത്വം നമ്പർ 1 അള്ളാഹുവിനോട് തന്നെയാണ് കാണിക്കേണ്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ജനതയോട്, പാപ്പായോടും സമൂഹത്തോടുമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അള്ളാഹുവിടെ അനുസ്മരിക്കുന്നത്. ഇന്നനീ ബറാഉം മിമ്മാ തഅബുദൂൻ. അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: നിശ്ചയമായിട്ടും നിങ്ങൾ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അതിനോട് യാതൊരു പ്രതിബദ്ധതയും തോന്നുന്നില്ല. ഞാൻ അവയുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും വിരക്തനാണ്. ഞാൻ അവയുമായിട്ട് യാതൊരു ബന്ധവും നിലനിർത്തുന്നവനല്ല. ബറാ എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വം ഒഴിയുന്ന ഒരു നിലപാടാണ്. സൂറത്ത് തൗബയുടെ തുടക്കത്തിൽ നമ്മൾ കാണുകയുണ്ടായി, ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഒഴിയുക, ഉത്തരവാദിത്വവും പ്രതിബദ്ധതയുമാണ് സൂചിപ്പിക്കുന്നത്. അത് അവരുമായിട്ട് ഇനിയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന കാര്യമാണ് ഇവിടെ. ഇന്നനി ബറാഉം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന പലതും ഉണ്ടല്ലോ, നിങ്ങളുടെ വിഗ്രഹങ്ങളും നിങ്ങളുടെ പൂർവികരായ മഹത്തുക്കളായി നിങ്ങൾ കാണുന്ന പലരെയും, അതുപോലെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ പോലെയുള്ള വിഭാഗങ്ങൾ, ഇവയോടൊന്നും തന്നെ എനിക്ക് യാതൊരു പ്രതിബദ്ധതയും അനുഭവപ്പെടുന്നില്ല. ഞാൻ അവരിൽ നിന്നും പൂർണ്ണമായും മുക്തനാണ് എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാം പറയുന്നത്. ഇവരൊന്നുമല്ല എന്റെ ആരാധന അർഹിക്കുന്നവർ എന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാം പ്രഖ്യാപിക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇവരൊക്കെയും തന്നെ വേറെ പലതിനെയും ആശ്രയിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരാണ്. ഒരു രാജാവാണെങ്കിൽ ആ രാജാവ് ഒരുപാട് ആശ്രയിക്കുന്ന, എല്ലാ കാര്യങ്ങളിലും മറ്റു പലരെയും ആശ്രയിക്കുന്നവനാണ്. ദൈവം എന്ന നിലക്ക് വിധേയത്വം നൽകാൻ ഒരിക്കലും അർഹതയില്ലാത്തവനാണ് ഒരു രാജാവ്. അയാൾക്ക് ഭൗതികാർത്ഥത്തിലുള്ള സൗകര്യങ്ങളും അധികാരങ്ങളും ഒക്കെ അയാളിൽ നിന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ നമ്മെ പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമായിരിക്കും അയാൾ. പ്രകൃതിപരമായിട്ടുള്ള എല്ലാ ചാബല്യങ്ങളും ആവശ്യങ്ങളും ഉള്ള ഒരാളാണ് ഒരു രാജാവ് എന്ന് പറയുന്നത്. ഇനി വിഗ്രഹങ്ങളോ മൂർത്തികളോ ഒക്കെ ആണെങ്കിൽ ഒരു രാജാവ് ജീവിച്ചിരിക്കുന്ന ഒരാളാണെന്നെങ്കിലും മനസ്സിലാക്കാം. അങ്ങനെയുള്ള ഒരു ജീവൻ പോലും ഇല്ലാത്തവയാണ് ഇവയൊക്കെയും എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. അപ്പോൾ ഇവയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത്, എന്റെ ആരാധനകൾ അർപ്പിക്കാൻ ഒട്ടും അർഹരായ, എനിക്ക് എന്തെങ്കിലും പ്രതിബദ്ധത തോന്നുന്ന, എനിക്ക് എന്റെ ദൈവം എന്ന നിലക്ക് വല്ല പ്രതിബദ്ധതയും അനുഭവപ്പെടുന്ന കൂട്ടരേ അല്ല ഇതൊന്നും എന്നാണ്
ഇബ്രാഹിം അലൈഹി ഇസ്ലാം തന്റെ പിതാവിനോടും നാട്ടുകാരോടുമായിട്ട് പറയുന്ന കാര്യം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണം തുടങ്ങുന്നതിന് മുമ്പുള്ള അദ്ദേഹം ചില തിരിച്ചറിവുകളിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ആ ആദ്യഘട്ടത്തിൽ നടന്ന ഒരു സംഭാഷണമാണത്. ഇന്നനീ ബറാഉം മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കളും സംഗതികളും ശക്തികളും ഒക്കെ ഉണ്ടല്ലോ, അവയോടൊന്നും എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും അനുഭവപ്പെടുന്നേ ഇല്ല. അവയൊന്നും എന്റെ ദൈവമായിട്ട് എനിക്ക് ബോധ്യപ്പെടുന്നേ ഇല്ല. ഇതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറയുന്നത്. എന്നിട്ട് തുടർന്ന് പറയുന്ന ഇല്ലല്ലദീ ഫത്തറനി, പക്ഷെ ഒരാളോട് എനിക്ക് വലിയ പ്രതിബദ്ധത തോന്നുന്നുണ്ട്. അതാരാണ്? അത് എന്നെ സൃഷ്ടിച്ചവനായ റബ്ബിനോടാണ്. ഇല്ലല്ലദീ ഫത്തറനി, എന്നെ സൃഷ്ടിച്ചവനായ റബ്ബിനോടല്ലാതെ നിങ്ങൾ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളോടോ സംഗതികളോടോ ഒന്നും എനിക്ക് യാതൊരു പ്രതിബദ്ധതയും അനുഭവപ്പെടുന്നില്ല എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറയുന്നത്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് പ്രപഞ്ച സ്രഷ്ടാവായ എന്റെ സ്രഷ്ടാവായ അള്ളാഹുവിനെ അംഗീകരിക്കുന്നു എന്നതിനുള്ള ഉത്തരം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ പ്രതിബദ്ധത കാണിക്കുന്നതിന്റെ അടിസ്ഥാനം എന്നെ അവനാണ് സൃഷ്ടിച്ചത് എന്നതാണ്. എന്നെ സൃഷ്ടിച്ചവനായ റബ്ബിനോട് തീർച്ചയായിട്ടും എനിക്ക് വിധേയത്വം ഉണ്ടാവേണ്ടതുണ്ട്. ഇതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം തന്റെ ആശയ സംവാദത്തിന്റെ ഒരു അടിത്തറയായിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇല്ലല്ലദീ ഫത്തറനി, എന്നെ സൃഷ്ടിച്ചവനോട് ഒഴികെ തീർച്ചയായിട്ടും എന്നെ സൃഷ്ടിച്ചവനായ റബ്ബിനോട് എനിക്ക് പ്രതിബദ്ധതയുണ്ട്, കടപ്പാടുണ്ട്. അവനുമായിട്ട് ഞാൻ എല്ലാ നിലക്കും ആ കടപ്പാടിന്റെ ആ ബാന്ധവം ഉള്ള അവസ്ഥയിലാണുള്ളത്. ഇല്ലല്ലദീ ഫത്രനി. എന്നിട്ട് തുടർന്ന് പറയുന്നത് ഫഇന്നഹു സയഹ്ദീൻ, മാത്രവുമല്ല തീർച്ചയായിട്ടും അവൻ എനിക്ക് സന്മാർഗം കാണിച്ചു തരികയും ചെയ്യും. രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുവിനെ മറ്റ് ആരാധ്യന്മാരിൽ നിന്ന് വേറിട്ട വിധത്തിൽ കാണുവാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പ്രേരിപ്പിക്കുന്നത്. ഒന്ന്, അള്ളാഹുവാണ് തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന തിരിച്ചറിവാണ്. രണ്ടാമത്തത്, എനിക്ക് ആവശ്യമായ ജീവിത മാർഗദർശനം, അതിലെല്ലാം പെടും. ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യമായ വിഭവങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ട പ്രയത്നങ്ങൾ, അതിന് സഞ്ചരിക്കേണ്ട വഴികൾ, അതിനുവേണ്ടി തേടേണ്ട മാർഗങ്ങൾ, അതിനുവേണ്ടി ചെയ്യേണ്ട ജോലികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടത് പൂർണ്ണമായിട്ടും അതിലടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന്റെ ആത്മീയമായ സത്യാന്വേഷണവും ജീവിത ലക്ഷ്യം പ്രാപിക്കലും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതിലും എനിക്ക് വേണ്ട മാർഗദർശനം തരുന്നത് അവനാണ്. ഫഇന്നഹു സയഹ്ദീൻ, തീർച്ചയായിട്ടും എനിക്ക് ആവശ്യമായ മാർഗദർശനം തരുന്നത് അവനാണ്. ഈ രണ്ട് കാരണങ്ങളാലാണ് അള്ളാഹുവിനോട് താൻ പ്രതിബദ്ധതയുള്ളവനാണ്, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങളോടൊന്നും എനിക്ക് യാതൊരു പ്രതിബദ്ധതയും ഇല്ല എന്ന് പറയാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പ്രേരിതനായത്. ഒന്നാമത്, അള്ളാഹുവാണ് അദ്ദേഹത്തെ സൃഷ്ടിച്ചത്. രണ്ടാമത്, അദ്ദേഹത്തിന് ആവശ്യമായ ഭൗതികവും ആത്മീയവുമായ സകല കാര്യങ്ങളിലുമുള്ള മാർഗദർശനം അവൻ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഒരാൾക്ക് ഭക്ഷണം തേടി അലയുമ്പോ അയാള് വളരെ പ്രയാസരഹിതമായിട്ട് ഭക്ഷണം ലഭിക്കുന്ന ഒരിടത്തേക്ക് അയാൾ പോലും നനച്ചിരിക്കാതെ എത്തിപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭക്ഷണം അയാളുടെ മുന്നിലേക്ക് എത്തുന്നു. ഇതില് വ്യക്തമായിട്ടും ദൈവികമായൊരു മാർഗദർശനം അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ സംവിധാനം, അള്ളാഹുവിന്റെ ആസൂത്രണത്തിന്റെ ഒക്കെ ഫലമായിട്ടാണ് നമ്മൾ ആ ഭക്ഷണത്തിലേക്ക് എത്തുന്നത്, ആ ഭക്ഷണം നമ്മളിലേക്ക് എത്തുന്നത്. അതുപോലെ ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും, ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല സൗഭാഗ്യങ്ങളും ഇങ്ങനെ ദൈവിക ആസൂത്രണത്തിന്റെ ഫലമായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അവനാണ് ജീവിതത്തിന് ആവശ്യമായ സകല വിധത്തിലുള്ള മാർഗദർശനവും തരുന്നത് എന്നതിനാലാണ്. രണ്ട് കാരണങ്ങളാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ പ്രതിബദ്ധതയോടുകൂടി സമീപിക്കുന്നതിന് കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. വജഅലഹ കലിമത്തൻ, അങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? ആ കലിമത്ത്, ഈ വചനം, തിരിച്ചറിവിന്റെ ഈ വചനം, അതെന്താണ്?
തന്നെ സൃഷ്ടിച്ചവനായ, തനിക്ക് മാർഗദർശനം നൽകുന്നവനായ പ്രപഞ്ചനാഥനോടാണ് തനിക്ക് പ്രതിബദ്ധതയുള്ളത് എന്ന ഈ തിരിച്ചറിവിന്റെ പ്രഖ്യാപനം. ഇതൊരു കലിമത്താണ്. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ നയം വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യമാണ്. പിതാവിനോടും നാട്ടുകാരോടും പറഞ്ഞ ആ കാര്യത്തിൽ അടങ്ങിയിട്ടുള്ള അതിന്റെ സാരാംശം അത് ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദീൻ എന്നാണ്. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് മറ്റൊരു രൂപത്തില് വിശ്വാസമാർഗം സ്വീകരിക്കുന്നവര് ഒരു പ്രതിജ്ഞയായിട്ട് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ സാക്ഷ്യം വഹിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. എന്നെ സൃഷ്ടിച്ചവന്, എനിക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവനായ അള്ളാഹു അല്ലാത്ത മറ്റൊരു ആരാധ്യനുമില്ല എന്നതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രഖ്യാപനം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ തിരിച്ചറിവ് വെളിപ്പെടുത്തുന്ന ഈ പ്രഖ്യാപനം, ഇതിനെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, വജഅലഹ കലിമതൻ ബാഖിയതൻ ഫീ അഖിബിഹി. അദ്ദേഹം ഈ വാക്യത്തിന്, ഈ നയപ്രഖ്യാപനത്തിന്, അദ്ദേഹത്തിന്റെ ഈ തിരിച്ചറിവിന്റെ പ്രഖ്യാപനത്തിന്, അദ്ദേഹത്തിന്റെ ഈ ആദർശ പ്രഖ്യാപനത്തിനെ അനന്തരഗാമികളിൽ അദ്ദേഹം അവശേഷിപ്പിക്കുകയും ചെയ്തു. അനന്തരഗാമികളിൽ അവശേഷിക്കുന്ന ഒരു വാക്യമായിട്ട്, അനന്തരഗാമികളിൽ നിലനിൽക്കേണ്ട ഒരു ആദർശവാക്യമായിട്ട് അദ്ദേഹം അതിനെ അവശേഷിപ്പിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിതത്തിൽ നേടിയ ഈ തിരിച്ചറിവ്, ഈ വിഗ്രഹങ്ങളോ ആൾദൈവങ്ങളോ രൂപങ്ങളോ മൂർത്തികളോ ഒന്നുമല്ല, തന്നെ സൃഷ്ടിച്ചവനും തനിക്ക് മാർഗദർശനം നൽകുന്നവനുമായ അള്ളാഹു മാത്രമാണ് തനിക്ക് വിധേയത്വം കാണിക്കാനായിട്ടുള്ളത് എന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ തിരിച്ചറിവോടുകൂടിയുള്ള പ്രഖ്യാപനം, അതൊരു ആദർശവാക്യമാണ്. ആ ആദർശവാക്യത്തെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം തന്റെ പിന്മുറക്കാരിൽ നിലനിൽക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു. ഇതാണ് ഇവിടെ പറയുന്നത്. വജഅലഹ, അദ്ദേഹം അതിനെ എന്ത് ചെയ്തു? കലിമത്തൻ ബാഖിയത്തൻ ഫീ അഖ്ബിഹി, തന്റെ പിന്മുറക്കാരിൽ അവശേഷിക്കുന്ന ഒരു വാക്യമായി നിലനിർത്തി. എന്ന് പറഞ്ഞാൽ തന്റെ പിന്മുറക്കാർ, അതിനുവേണ്ടി ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ പരിശീലിപ്പിച്ചതും, അതുപോലെ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന് ജീവിത മാർഗദർശനം പകർന്നു നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയതും, പിന്മുറക്കാരായി വന്ന ആളുകളെയും സത്യമാർഗത്തിൽ നിർത്തുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ ഏകത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സംസ്കൃതി നിലനിൽക്കുന്നതിന് വേണ്ടി മസ്ജിദുൽ ഹറാം സ്ഥാപിച്ചതും, അതുപോലെ അവിടെ ഒരു സമൂഹത്തെ രൂപകൽപ്പന ചെയ്തതും ഒക്കെ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഈ ദിശയിലുള്ള പ്രയത്നങ്ങളുടെ ഭാഗമാണ്. ഈ ആദർശവാക്യം ആ സമൂഹത്തിൽ നിലനിൽക്കാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാം നിരന്തരമായി പരിശ്രമിക്കുകയും ചെയ്തു. വജഅലഹ കലിമതൻ ബാഖിയതൻ ഫീ അഖ്ബിഹി, തന്റെ പിന്മുറക്കാർക്കിടയിൽ അവശേഷിക്കുന്ന ഒരു ആദർശവാക്യമായി അദ്ദേഹം അതിനെ കാത്തു സംരക്ഷിക്കുകയും ചെയ്തു. ലഅല്ലഹും യർജിഊൻ, അവര് പിഴവ് പറ്റുമ്പോഴൊക്കെയും തിരിച്ചെത്തട്ടെ എന്നുള്ള നിലക്കാണ്. പിഴവ് പറ്റും, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാർക്കാണെങ്കിലും വഴിതെറ്റും. അങ്ങനെ വഴിതെറ്റുമ്പോഴൊക്കെയും തന്നെ അവർക്ക് തിരിച്ചു നടക്കാനുള്ളത് ഈ ആദർശവാക്യത്തിലേക്കാണ്. അവരുടെ പ്രപിതാവായിരുന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഉയർത്തിപ്പിടിച്ച ആദർശവാക്യം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സമൂഹം ആലോചനയുള്ളവരായി മാറുകയും സത്യം എന്തെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ആ ദിശയിലേക്ക് അവരുടെ സഞ്ചാരം തിരിച്ചുവിടുകയും ചെയ്യുക എന്നതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പ്രതീക്ഷിച്ച കാര്യം. അതിനുവേണ്ടി തന്റെ പിന്മുറക്കാർക്കിടയിൽ അദ്ദേഹം ഈ ആദർശവാക്യത്തെ ഉറപ്പിച്ചു നിർത്തി. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് തന്റെ ജീവിതകാലത്ത് മാത്രമാണ് അത് ചെയ്യാൻ കഴിയുക. അദ്ദേഹത്തിന്റെ കാലശേഷം പിന്മുറക്കാർ അതൊക്കെ കൈയൊഴിയും, ആ വഴിയൊക്കെ വിട്ടുപോകും, വിഗ്രഹങ്ങളുടെ ആരാധകരായി മാറും. കഅബയിൽ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം സ്ഥാപിച്ച മസ്ജിദുൽ ഹറാമിന്റെ, കഅബയുടെ ആ സംവിധാനത്തിൽ തന്നെ നൂറുകണക്കിന് വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്ന അവസ്ഥ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതമാകുന്ന ഘട്ടമായപ്പോഴേക്കും ഉണ്ടായിട്ടുണ്ട്. ആളുകൾ പഴിച്ചു പോവുകയാണ്. പക്ഷെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആ തന്റെ പിന്മുറക്കാർക്കിടയിൽ
ശക്തമായ പ്രചോദനമായി കൊണ്ടുള്ള ഒരു ആദർശവാക്യം നിലനിർത്തിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന കാലത്ത് പോലും മക്കയില് ഏകദൈവ വിശ്വാസത്തിന്റെ ഒരു പ്രചോദനത്തിൽ നിലകൊണ്ടിരുന്ന ഒറ്റപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നത്. വറഖത്ത് ബിനു നൗഫലിനെ പോലെയുള്ള ഒറ്റപ്പെട്ട ആളുകൾ സത്യമെന്ത് എന്ന് അന്വേഷിക്കുന്നവരായി നിലകൊണ്ടതും, അതുപോലെ ഏകദൈവ വിശ്വാസത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ജീവിതമാർഗം കണ്ടെത്തി അത് പിന്തുടരുകയൊക്കെ ചെയ്തു പോന്നിരുന്നതിന്റെ കാരണം ഇബ്രാഹിം അലൈഹിസ്സലാം അവർക്കിടയിൽ അവശേഷിപ്പിച്ചിരുന്ന ഈ വാക്യമാണ്. കലിമത്ത് തൗഹീദിന്റെ ഈ വാക്യം. അള്ളാഹു അല്ലാത്ത മറ്റ് ആരാധ്യന്മാരൊന്നും തന്നെ ആരാധന അർഹിക്കുന്നവയല്ല. അള്ളാഹുവാണ് തങ്ങളെ സൃഷ്ടിച്ചത്, തങ്ങൾക്ക് ജീവിത മാർഗദർശനം നൽകുന്നതും അള്ളാഹുവാണ്. അതിനാൽ അവനാണ് നമ്മുടെ വിധേയത്വം നൽകാൻ അർഹതയുള്ളത് എന്ന തിരിച്ചറിവിന്റെ ആ പ്രഖ്യാപനം ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിന്മുറക്കാർക്കിടയിൽ നിലനിർത്തി. എന്നാൽ എന്തിനാണത് നിലനിർത്തിയത്? ലഅല്ലഹും യർജിഊൻ, അവർക്ക് വഴി പിഴയ്ക്കുമ്പോഴൊക്കെയും തന്നെ അവര് സത്യമാർഗത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയാണ് ഈ ആദർശവാക്യത്തെ ഇബ്രാഹിം അലൈഹിസ്സലാം അവർക്കിടയിൽ പ്രോജ്വലമാക്കി നിലനിർത്തുകയുണ്ടായത്. ബൽ, എന്നാൽ അങ്ങനെ അവര് പഴച്ചുപോയി, പല ഘട്ടങ്ങളിലായിട്ട് അവര് വിഗ്രഹാരാധകരായി മാറി എന്നതിന്റെ പേരിൽ അള്ളാഹു അവരെ ഉടനടി നശിപ്പിക്കുകയുണ്ടായിട്ടില്ല. അള്ളാഹു പറയുന്നത് നോക്കുക, ബൽ മത്താഅ്തു ഹഉലാഇ വആബാഅഹും, മറിച്ച് ഇവരെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിലൂടെ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാക്യങ്ങൾ അവരെ കേൾക്കാൻ അവസരം ഉണ്ടാക്കിക്കൊണ്ട് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോ അവരെ കുറിച്ച് പറയുന്ന മത്താഅ്തു ഹഉലാഇ, ഈ കൂട്ടർക്ക് വേണ്ട ജീവിത വിഭവങ്ങളൊക്കെയും ഞാൻ നൽകുകയുണ്ടായി. ഇവർക്ക് മാത്രമല്ല, ഇവരുടെ മുൻ തലമുറകൾക്കും. അവരും പിഴച്ചിരുന്നു. മുൻ തലമുറകള്, ഒരുപാട് തലമുറകള് വഴികേടിലായിരുന്നു ഉണ്ടായിരുന്നത്. അബാ അഹും എന്നാണ് ഇവിടെ പറയുന്നത്. വ ആബാ അഹും ഹഉലാഇ വ ആബാ അഹും, ഇവരെയും ഇവരുടെ പൂർവികരായ പല തലമുറകളെയും നാം, അല്ലെങ്കിൽ ഞാൻ, വിഭവങ്ങൾ നൽകി പിന്തുണക്കുകയുണ്ടായി. ഇവര് വഴിപഴച്ചു പോയിട്ടുണ്ട്, ഇവരുടെ പ്രപിതാക്കന്മാരും വഴിപഴച്ചു പോയിട്ടുണ്ട്. എങ്കിൽ പോലും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആദർശവാക്യം അവർക്കിടയിൽ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നൊരവസ്ഥ ഉള്ള ഘട്ടത്തിൽ തന്നെ ആ സമൂഹത്തെ വഴിപഴച്ചു പോയതിന്റെ പേരിൽ അള്ളാഹു ശിക്ഷയ്ക്ക് വിധേയമാക്കി അവരെ തുടച്ചു നീക്കുകയുണ്ടായിട്ടില്ല. മറിച്ച് അവർക്ക് വേണ്ട ജീവിത വിഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കും ഇവരുടെ പൂർവികരായ ആളുകൾക്കും ഹഉലാഇ വ ആബാഅഹും, എത്രത്തോളം? ഹത്താ ജാഅഹുമുൽ ഹഖ്, അവസാനം ഒടുക്കം അവരിലേക്ക് ഇതാ സത്യം ആഗതമായിരിക്കുന്നു. അവരെ സത്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ട പ്രയത്നങ്ങളുമായിട്ട് ഒരു പ്രവാചകൻ അവരിലേക്ക് ഇതാ വന്നിരിക്കുന്നു. റസൂലും മുബീൻ, വ്യക്തതയുള്ള ഒരു പ്രവാചകനും. വ്യക്തതയുള്ള പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രവാചകനാണ് എന്നത് അവർക്ക് സുവ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന അടയാളങ്ങളും സാഹചര്യങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് ഒന്ന്. രണ്ടാമത്തത്, ഏത് കാര്യവും വ്യക്തതയുള്ളതാക്കി കൊടുക്കുന്ന പ്രവാചകൻ. അവരെ ആശയക്കുഴപ്പത്തിൽ അകപ്പെടുത്തിയിരിക്കുന്ന ഏത് വിഷയമാണെങ്കിലും അക്കാര്യത്തില് വ്യക്തമായ മാർഗദർശനം പകർന്നുകൊടുത്ത് അവർക്ക് വ്യക്തതയുണ്ടാക്കി കൊടുക്കുന്ന പ്രവാചകൻ. അങ്ങനെയുള്ള ഒരു പ്രവാചകൻ ആഗതനായിരിക്കുന്നു. ആ പ്രവാചകൻ മുഖേന സത്യം അവരിലേക്ക് അവതരിക്കുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് അള്ളാഹു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത് കാണാൻ കഴിയും. ഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ. പ്രവാചകരെ ഇങ്ങനെ പറയുക, സത്യം എത്തിയിരിക്കുന്നു, ബാത്തില് നിഷ്പ്രഭമായി നാശോന്മുഖമായി മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും അസത്യം, മിഥ്യ അങ്ങനെ നശിച്ചു പോകാനുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് കാണാം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ പിന്നിട്ടതിന് ശേഷമാണ് ആ സമൂഹത്തിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്.
ഇബ്രാഹിം അലൈഹി ഇസ്ലാം പഠിപ്പിച്ച ആദർശവാക്യം അവിടെ പലയിടത്തും പ്രതിധ്വനിക്കുന്ന വിധത്തിലുണ്ടെങ്കിലും ആളുകള് ആ മാർഗത്തിലല്ല ഇന്നുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. മറിച്ച് അവര് വിഗ്രഹാരാധകരും ബഹുദൈവ വിശ്വാസികളും ഒക്കെയായി മാറിയിട്ടുണ്ടായിരുന്നു. ഏകദൈവത്വത്തിന്റെ സന്ദേശം വളരെ പ്രയത്നിച്ചുകൊണ്ട് പരിശ്രമിച്ച് പരിശോധിക്കുന്ന, ചകഞ്ഞു നടക്കുന്ന, അന്വേഷിക്കുന്ന ആളുകൾക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിലും അത് ഒരു മൺമൂടി കിടക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. ബഹുഭൂരിപക്ഷം ആളുകളും ബഹുദൈവത്വത്തിന്റെ വിഗ്രഹാരാധനയുടെ ഒക്കെ ആളുകളായിട്ടാണ് ഉള്ളത്. അപ്പോ ഈ ഒരു അവസ്ഥ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യ നിർവഹണവുമായി കടന്നു വരുന്നത്. ആ ഒരു ഘട്ടത്തെ അള്ളാഹു പരാമർശിക്കുകയാണ്. ഹത്താ ജാഅഹുമുൽ ഹഖ്, അവരിലേക്ക് സത്യം വന്നു ചേരുകയുണ്ടായി. വറസൂലുൻ മുബീൻ, തെളിമയുള്ള പ്രവാചകനും. അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവകാശപ്പെട്ടപ്പോ അത് ബോധ്യപ്പെടാൻ ഉപകരിക്കുന്ന ധാരാളം തെളിമയാർന്ന അടയാളങ്ങള്, ലക്ഷണങ്ങള്, സാക്ഷ്യങ്ങള്, പിൻബലങ്ങളൊക്കെയാണ് അവിടെ ആവശ്യമുള്ളവർക്ക് ലഭ്യമായിരുന്നത്. ആ നിലയ്ക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂലുൻ മുബീനാണ്. അദ്ദേഹത്തെ മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്നത് പ്രയാസരഹിതമായ ഒരു കാര്യമാണ്. ഇതാണ് ഒരു വിശദീകരണം. മറ്റൊരു വിശദീകരണം, റസൂലും മുബീൻ എന്നത് അദ്ദേഹം കാര്യങ്ങളിൽ തെളിമ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രവാചകനാണ്. എന്തൊക്കെ ആശയക്കുഴപ്പങ്ങളുമായിട്ടാണോ ജനങ്ങൾ ജീവിച്ചിരുന്നത്, ശരിയേത് തെറ്റേത്, നന്മയേത് തിന്മയേത്, ന്യായമേത് അന്യായമേത്, ഹഖ് ബാത്തിലേത് എന്നീ ചോദ്യങ്ങളൊക്കെ ആയിട്ട് അവര് അഭിമുഖീകരിച്ചിരുന്ന ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളിലൊക്കെ തന്നെയും അവർക്ക് വ്യക്തത ഉണ്ടാക്കി കൊടുക്കുന്ന പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്കും അതിനെ വായിക്കാവുന്നതാണ് റസൂലുൻ അമീൻ എന്ന പ്രയോഗത്തിന്. അപ്പോ ഈ ഘട്ടത്തിലാണ്, അങ്ങനെ തലമുറകൾ തന്നെ വഴിപഴച്ചു പോയ ഒരു സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവശേഷിപ്പിച്ച ആദർശവാക്യം അവിടെ പേരിനൊക്കെ മൺമറഞ്ഞ വിധത്തിലും അല്ലെങ്കിൽ മൂടിക്കിടക്കുന്ന വിധത്തിലൊക്കെ ഉണ്ട്. ആ ഒരു അവസ്ഥയിൽ ആളുകള് സത്യമാർഗത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന നിലക്കാണ് ആ ആദർശവാക്യം ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവിടെ അവർക്കിടയിൽ സ്ഥാപിതമാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ പ്രയോജനം നേടാതെ ജനങ്ങള് തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് സത്യവുമായി അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വരുന്നത്. അദ്ദേഹം പ്രവാചകനാണ് എന്നത് വളരെ സുവ്യക്തമായ തെളിവുകളുടെ പിൻബലത്തോടെ അവർക്ക് ബോധ്യപ്പെടും. എല്ലാവിധ ആശയക്കുഴപ്പങ്ങളും അടങ്ങിയ വിഷയങ്ങളിൽ അവർക്ക് തെളിമയുണ്ടാക്കി കൊടുക്കുന്ന പ്രവാചകൻ കൂടിയായിരുന്നു അദ്ദേഹം. വലമ്മ ജാഅഹുമുൽ ഹഖ്, അങ്ങനെ അവരിലേക്ക് സത്യം വന്നു ചേർന്നപ്പോൾ ഖാലു, അവര് പറഞ്ഞത് ഇതാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രയത്നങ്ങളോ, അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ്, ത്യാഗം അനുഭവിച്ചുകൊണ്ടാണ് ഈ ആദർശം അവരിൽ നിലനിൽക്കാൻ വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നത് എന്നത് ഓർത്തുകൊണ്ടൊന്നും അല്ല അവരുള്ളത്. മറിച്ച് ഒരു ചിന്തയും ആലോചനയും ഇല്ലാത്ത ആളുകളായിക്കൊണ്ട് അവരുടെ പ്രതികരണം, അവരിലേക്ക് സത്യം എത്തിയപ്പോ അവര് നടത്തിയ പ്രതികരണം ഇതാണ്: ആദാ സിഹർ, ഇതൊരു ഒരു ആഭിചാരക്രിയ മാത്രമാണ്, ഇതൊരു സിഹർ മാത്രമാണ് എന്നാണ് അവർ പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ ഖുർആന്റെ വാക്യങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് അവർ, അതിലാണല്ലോ ഹഖ് ഉള്ളത്. അപ്പൊ അവരിലേക്ക് ഹഖ് വന്നപ്പോ വലമ്മ ജാഅഹുമുൽ ഹഖ്, അവരിലേക്ക് സത്യസന്ദേശം വിശുദ്ധ ഖുർആന്റെ വാക്യങ്ങളായിട്ട് വന്നു ചേർന്നപ്പോ ഖാലു, അവരുടെ പ്രതികരണം ഇതാണ്: ആദാ സിഹ്റുൻ, ഇത് ഒരു ആഭിചാരക്രിയ മാത്രമാണ്, ആളുകളെ വഞ്ചിതരാക്കുന്ന ഒരു ആഭിചാരക്രിയ മാത്രമാണിത് എന്നാണ് അവർ പറയുകയുണ്ടായത്. വ ഇന്നാ ബിഹി കാഫിറൂൻ, ഞങ്ങൾ അതിനെ നിഷേധിക്കുകയാണ്, ഞങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല. ഇതാണ് അവർ തുടർന്ന് പറയുന്നത്. മുഹമ്മദ് ഇപ്പോ നമ്മളെ വിസ്മയിപ്പിക്കുന്ന പല വാക്യങ്ങളും ഉരുവിടുന്നുണ്ടാകും, ശരിയാണ്. പക്ഷെ ഈ ഉരുവിടുന്നതൊക്കെയും തന്നെ അയാൾ കാണിക്കുന്ന ഒരു ജാലവിദ്യയോ ആഭിചാരക്രിയയോ മാത്രമാണ്.
ഇതിനൊന്നും ഒരു ദൈവികതയുമില്ല, ഇത് ദൈവികമായ വെളിപ്പാടേ അല്ല, ഞങ്ങളത് അംഗീകരിക്കുന്നില്ല, ഞങ്ങളത് വിശ്വസിക്കുന്നില്ല, ഞങ്ങളത് തള്ളിക്കളയുകയാണ് എന്നാണ് ഈ ആളുകൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ നേരത്തെ അവര് പ്രവാചകന്മാർക്ക് നൽകിയിരുന്ന മറുപടിയൊക്കെ ഞങ്ങളുടെ പ്രപിതാക്കന്മാരെ പിന്തുടരുകയാണ്, അവരുടെ ഉമ്മത്ത് അതേപടി അനുധാവനം ചെയ്യുകയാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ അവരുടെ തന്നെ പ്രപിതാക്കന്മാരുടെ കൂട്ടത്തില് സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലകൊണ്ട അതിമഹത്തുക്കളായ ആളുകളെ അവർ പൂർണ്ണമായിട്ടും വിസ്മരിച്ചിരിക്കുകയാണ്. പ്രപിതാക്കന്മാരിൽ ഏറ്റവും സത്യമാർഗത്തിൽ നിലകൊണ്ടിരുന്ന ആളുകളെ എല്ലാവരും പിൻപറ്റിയത്. പ്രപിതാക്കന്മാരുടെ കൂട്ടത്തില് ഏറ്റവും വെടക്കായ, ഏറ്റവും തെറ്റായ വഴി തെരഞ്ഞെടുത്തു പോയ ആളുകളെയാണ് അവര് പ്രപിതാക്കന്മാര് എന്ന് പറഞ്ഞുകൊണ്ട് ശിരസിലേറ്റിക്കൊണ്ട് നടക്കുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവരുടെ പ്രപിതാവാണ്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ഈ രണ്ട് പ്രവാചകന്മാരെയും പിന്തുടർന്നുകൊണ്ട് ജീവിച്ച ധാരാളം ആളുകളെയും ആ സമൂഹത്തിൽ അവരുടെ പ്രപിതാക്കന്മാരായിട്ട് കാണാൻ കഴിയും. പക്ഷെ അവരെ ഒന്നുമല്ല ഇവർ പിൻപറ്റുന്നത്. നന്ന് ചുരുങ്ങിയത് അവരുടെ കാലഘട്ടത്തിൽ അവരോടൊപ്പം ജീവിച്ചിരുന്ന വറഖത്ത് ബിൻ നൗഫലിനെ പോലെയുള്ള ആളുകളുടെ തിരിച്ചറിവ് പോലും ഉൾക്കൊള്ളാൻ അവർ സന്നദ്ധരായിട്ടില്ല. അവര് തെറ്റായ വഴി തെരഞ്ഞെടുത്തു പോയ പ്രപിതാക്കന്മാരെ മാത്രമാണ് പിൻപറ്റുകയുണ്ടായത്. എന്നിട്ട് സത്യം അവരിലേക്ക് വന്നു ചേർന്നപ്പോ അവര് പറയുകയുണ്ടായത്, ഇത് ഒരു മാന്ത്രിക വിദ്യയാണ്, അല്ലെങ്കിൽ ഇതൊരു ആഭിചാരക്രിയ മാത്രമാണ്, ഇത് സിഹറാണ്, ഞങ്ങൾ അത് വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ അതിനെ നിഷേധിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമും പ്രപിതാവായിരുന്നു, ഇസ്മായിൽ അലൈഹി ഇസ്ലാമും പ്രപിതാവായിരുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് പ്രപിതാക്കന്മാരുടെ കൂട്ടത്തിൽ ആരാണ് സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നത് എന്ന് പരിശോധിക്കാൻ അവര് കൂട്ടാക്കിയില്ല. അവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സത്യം കേൾപ്പിച്ചപ്പോ അതിനെ സിഹറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളവാക്കുകയാണ് ഉണ്ടായത്. ഇതാണ് മക്കയിലെ ആളുകൾ സ്വീകരിച്ച നടപടി എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാസുദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.